BJPയുടെ സ്ഥാനാർത്ഥിക്ക് അത്രമാത്രം ഒരു ബന്ധം വരാൻ സമയമായിട്ടില്ല. അദ്ദേഹം പുതിയ ആളാണല്ലോ, അതായത് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളാണ്. അതിനുള്ളൊരു സമയമായിട്ടില്ല. എന്ന് മാത്രമല്ല കടുത്ത ഒരു വർഗീയവാദിയാണെന്നുള്ള ഒരു ഫീലിംഗ് പൊതുവിലവിടെ ജനങ്ങളുടെ വന്നിട്ടുണ്ട്. കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലം തന്നെയാണ് എന്തായാലും നേമം. അവിടെ BJP അക്കൗണ്ട് തുറക്കുമ്പോൾ വീണ്ടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പൂട്ടിക്കാനായി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയ ആളാണ് മന്ത്രി വി ശിവൻകുട്ടി. അവസാന നിമിഷവും അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാവുന്ന വിജയം ഉറപ്പ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മിനിസ്റ്റർ അവസാന മണിക്കൂറുകളിലെ വിജയപ്രതീക്ഷ? അത് നമ്മൾ വോട്ട് ചെയ്ത ശേഷം വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. വോട്ടിംഗ് കഴിഞ്ഞ ശേഷം നടത്തിയ ഒരു പ്രതികരണമുണ്ട്. നേമമണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അതിൻ്റെതായ കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നടന്ന 3 തെരഞ്ഞെടുപ്പിൽ നേമത്ത് അസംബ്ലിയാണ് ഞാൻ പറയുന്നത്. 1 പ്രാവശ്യമാണ് BJPയോട് ജയിച്ചിട്ടുള്ളത്, രാജഗോപാൽജി. 2 പ്രാവശ്യം ഞാനാണ് ജയിച്ചത്. ഞാൻ തോറ്റ അവസരത്തിൽ ജയിച്ചതിന് കിട്ടിയതിനേക്കാൾ വോട്ട് കൂടുതൽ, അതായത് 59,000 വോട്ട് എനിക്ക് കിട്ടി, രാജഗോപാൽ സാർ MLA ആയി വന്ന അവസരത്തിൽ. പിന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായി ഞാൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്, എല്ലാവരുമായിട്ടുള്ള ബന്ധം. പിന്നെ അവർക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളാൽ അവിടെ LDF തന്നെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് അത്രമാത്രം ഒരു ബന്ധം വരാൻ സമയമായിട്ടില്ല. അദ്ദേഹം പുതിയ ആളാണല്ലോ, അതായത് ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്ന ആളാണ്. അതിനുള്ളൊരു സമയമായിട്ടില്ല. എന്ന് മാത്രമല്ല കടുത്ത ഒരു വർഗീയവാദിയാണെന്നുള്ള ഒരു ഫീലിംഗ് പൊതുവിലവിടെ ജനങ്ങളുടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു സമാധാന അന്തരീക്ഷം ഇല്ലാതാവും എന്നുള്ള നിലയിലുള്ള അഭിപ്രായമൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറിയില്ല. എന്തായാലും പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ വോട്ട് വെച്ച് നോക്കുമ്പോൾ BJP മുന്നിലാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നിലാണ്. അസംബ്ലി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 5000 വോട്ടിൻ്റെ വ്യത്യാസമാണ് LDF ആയിട്ടുള്ളത്. ഇതെല്ലാം നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. നേരത്തെ നടന്ന 2 തെരഞ്ഞെടുപ്പിലും ഈ വ്യത്യാസം നിലനിൽക്കുക തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് മാത്രം വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ആളുകൾ കാണുന്നത് അവിടുത്തെ വികസനം, അവർക്ക് എല്ലാ ദിവസവും എപ്പോഴും MLA കിട്ടണം, എല്ലാ കാര്യങ്ങൾക്കും കിട്ടുന്ന ആളായിരിക്കണം, പൊതുപ്രശ്നങ്ങൾ ഇടപെടുന്ന ആളായിരിക്കണം, അവർക്ക് ഒരു MLA എന്ന നിലയിൽ വന്ന് കാണാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അതിനെല്ലാം കഴിയുന്ന ഒരാളാണ് ഞാനെന്നുള്ള നിലയിലുള്ള ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോഴും ഒരു കേരളത്തിലെ തന്നെ ഒരു പ്രധാന BJP മണ്ഡലമായി നേമം മാറിയിട്ടുണ്ട്. BJPയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായി നേമം മാറിയിട്ടുണ്ട്. അത് മറികടക്കാൻ ഒരു ത്രികോണ മത്സരം ഉണ്ടായിട്ടുണ്ടോ? ത്രികോണ മത്സരം ശക്തിയായിട്ട് നടന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ്. മുരളീധരനായിരുന്നു UDFൻ്റെ സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം 36,000 വോട്ട് പിടിച്ചു. അതിന് മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പിലും പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ 20,000 UDF, ഒരു തെരഞ്ഞെടുപ്പിൽ 12,000 ആണ് പിടിച്ചത്. ഇപ്പോൾ വോട്ട് കച്ചവടം നടക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് നേമം എന്ന് പറയുന്നത്. BJPയും കോൺഗ്രസും തമ്മിലുള്ള, BJPക്കും കോൺഗ്രസിനും ഏക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ LDFനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഒരു മതേതരത്വ കാഴ്ചപ്പാടോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ഒരുപാട് ആൾക്കാർ നേമം മണ്ഡലത്തിലുണ്ട്. അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ ഏറ്റവും അവസാനത്തെ റൗണ്ട് വരെ എത്തിയപ്പോഴാണ് വിജയത്തിലേക്ക് മാറിയത്. ഇത്തവണ ഏത് മേഖലകളിൽ നിന്നുള്ള വോട്ട് ലഭിക്കും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ എന്നുള്ളതാണ്? അല്ല, അത് ഈ 209 ബൂത്താണ് ഉള്ളത്. അപ്പോൾ 1ാം ബൂത്ത് മുതൽ ഫസ്റ്റ് റൗണ്ട് 14 ബൂത്ത് മറ്റോ ആണ് തോന്നുന്നു. 1ാം റൗണ്ട് 12 ആണ് ഒന്നാമത്തെ ഇത് വരുന്നത്. ഒരു 4-5 റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാവും. ഈ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ ഈ പ്രതീക്ഷിക്കുന്ന മേഖലകൾ, അതായത് കമലേശ്വരം, തിരുവല്ലം മേഖലകൾ ഒക്കെയുണ്ട്, ആ മേഖലകളിൽ കോൺഗ്രസ് ഒരു മുന്നേറ്റം നടത്തിയാൽ അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, അതങ്ങനെ തിരിച്ചടിയാവാൻ ഒരു സാധ്യതയില്ലല്ലോ. കോൺഗ്രസ് പിന്നെ BJPയുടെ വോട്ട് പിടിച്ചാലും അത് LDFന് വർധന ഗുണം ചെയ്യലുണ്ട്. അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. LDF വോട്ടുകൾ കോൺഗ്രസ് പിടിക്കുന്നു, അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? ഒരിക്കലുമില്ല.
എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയാണ് അവസാന മണിക്കൂറിലും മന്ത്രി വി ശിവൻകുട്ടി പങ്കുവയ്ക്കുന്നത്. നിർണായകമാകുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസും അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ മുന്നേറ്റം നടത്തുമെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട്. ആ ഘട്ടത്തിലും പക്ഷേ വിജയപ്രതീക്ഷ BJPയും CPMഉം ഒരുപോലെ പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അവസാന മണിക്കൂറുകളിൽ കടക്കുമ്പോൾ പൊട്ടിച്ച അക്കൗണ്ട് തുറക്കപ്പെടുമോ BJPയുടെ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും വി ശിവൻകുട്ടി പൂർണ്ണമായ വിജയപ്രതീക്ഷ ഇപ്പോഴും കൈവിടാതെ പങ്കുവയ്ക്കുകയാണ്.